യെസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സിനിമയുടെ ജീവനും തേജസ്സും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതെല്ലാം ഉൾക്കൊള്ളിച്ച് ഈ ഒരു സിനിമയെ സിനിമയാക്കി മാറ്റിയ ഡയറക്ടർ ജിതിൻ ലാൽ, അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് മൈക്ക് കൈമാറുന്നു. ഹലോ കാലിക്കറ്റ്. കാലിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ഞാൻ ടൊവീനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൂതറയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ്. ടൊവി പല വേദിയിലും പറഞ്ഞിട്ടുള്ളതാണ്, അന്ന് ടൊവിയുടെ കൂടെ ആരും സെൽഫി എടുക്കാതിരുന്നപ്പം ഞാൻ ചെന്ന് സെൽഫി എടുത്തു. ഇന്ന് വീണ്ടും ഞാൻ അതേ കോഴിക്കോട് വന്നിട്ട് അതേ ടൊവിയുടെ കൂടെ ഒരു സിനിമ ചെയ്ത് ഡയറക്ടറായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതേ സിനിമ ഷൂട്ട് കാലിക്കറ്റ് നടക്കുമ്പോഴാണ് ഞാൻ സിനിമ ഷൂട്ട് തന്നെ കൂടുതലും കാണുന്നത്. അതിനുശേഷം താമരശ്ശേരി അല്ലെങ്കിൽ കാലിക്കറ്റ് ഈ ഭാഗത്തായിരുന്നു എന്നതിൻ്റെ മൊയ്തീൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ അസിസ്റ്റ് ചെയ്തത്. അപ്പോൾ വളരെ സ്പെഷ്യലാണ് കാലിക്കറ്റ്. പിന്നെ ഇന്നലെ എത്ര പേര് സിനിമ കണ്ടു എന്ന് അറിയത്തില്ല. നിങ്ങളൊന്നും ഇതുവരെ കാണാത്ത ടൊവീനെയാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? മണിയൻ എങ്ങനെ? മണിയൻ താങ്ക് യു സോ മച്ച്. ഇനി ഇത് 100-ലേക്കും ഒക്കെ കിടക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു കോഴിക്കോട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ കാണണം. ഓണത്തിന് എല്ലാ സിനിമയും സപ്പോർട്ട് ചെയ്യണം. നല്ല വേറെ സിനിമകൾ വന്നിട്ടുണ്ട്, എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യണം. ഒപ്പം അജയൻ വലിയ 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 വിജയമായി മാറും. താങ്ക് യു. സോ അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹരീഷ് ഉത്തമൻ. ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ, ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളിലൂടെയൊക്കെ നമ്മുടെ മലയാളികളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ഒരാളാണ്. സോ ആ വില്ലൻ ജീവിതത്തിലും വില്ലനാണോ എന്ന് ഒന്ന് കാലിക്കറ്റുകാർക്കൊന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കാം, അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ്ഗസ്റ്റ് അപ്പോളജീസ്. ഇവിടെയുള്ള എല്ലാവർക്കും നിങ്ങൾ ക്ഷമിക്കണം, 2 മണിക്കൂർ ലേറ്റായി. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തതിന്. ഞാനിത് ആദ്യത്തെ പ്രോഗ്രാമാണ് കാലിക്കറ്റിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ നാട് തലശ്ശേരിയാണ്, പക്ഷേ ജനിച്ചു വളർന്നതെല്ലാം കോയമ്പത്തൂരാണ്. അപ്പം ക്ലോസ്ലി കണക്റ്റഡ് ആണ് തലശ്ശേരിയായിട്ട്. പിന്നെ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ കാലിക്കറ്റ് വഴിയാണ് പോകുന്നത്. ഞാൻ പിന്നെ എപ്പോഴും കാലിക്കറ്റ് ക്രൗഡിനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് അത് കാണുന്നത്. ഭയങ്കര താങ്ക് യു സോ മച്ച്. ബിക്കോസ് ടൊവി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ടൊവിയുടെ ഒരു സിനിമയുടെ പ്രൊമോഷന് വന്നപ്പോൾ ഇവിടെ വന്ന ക്രൗഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തു. താങ്ക് യു സോ മച്ച്. അജയൻ്റെ 2ാം മോഷനും ടൊവിയുടെ കൂടെ എൻ്റെ 3ാമത്തെ സിനിമ മായനദി കൽക്കി കഴിഞ്ഞത് 3ാമത്തെ സിനിമയാണ്. ടൊവി ഇപ്പം ഹാഫ് സെഞ്ചുറി അടിച്ചു. ഇന്നും സെഞ്ചുറി അടിക്കണം, ഇന്നും കുറേ സെഞ്ചുറീസ് അടിക്കണം എന്നാണ് വിഷയം. ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ടു ഹിം. ആൻഡ് ഇതുപോലെ ഒരു കൂളസ്റ്റ് ഡയറക്ടർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഷോർട്സ് വിട്ട് ശരിക്കും സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ട്രാഫിക്കിൽ കുടുങ്ങി. ഞങ്ങൾ ഹോട്ടലിൽ പോയി മാറിയിട്ട് വരണമെന്ന് വിചാരിച്ചേ, ഡ്രസ്സ് ഉടുപ്പ് മാറിയിട്ട് വരണമെന്ന് വിചാരിച്ചേ, പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ കാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മാറ്റി, പക്ഷേ ജിത്തിന് മാറാൻ പറ്റിയില്ല. നേരെ ഇങ്ങോട്ട് പോകുന്നു, ബിക്കോസ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഈ സിനിമയിൽ അഭിനയിച്ച കൃതിയുടെ ഫസ്റ്റ് മലയാളം സിനിമ. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ കുറേ സ്റ്റേജസിലും. പുള്ളിക്കാരി തമിഴിലും തെലുഗിലൊക്കെ ചെയ്തു, ഹിന്ദിയിലൊക്കെ ചെയ്തു. മലയാളത്തിൽ ഐ സെഡ്
ഇത് തുടക്കമാണ്, ഇന്നും കുറെ സിനിമകൾ ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഐ എം ഷുവർ യു വിൽ ഓൾ ലവ് ഹർ ഇൻ ദ ഫിലിം. പിന്നെ സുരഭി നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും എന്നെ പോലെ കുറെ ആൾക്കാർ, നിങ്ങൾ എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരി. ബിക്കോസ് ഫ്രം തിയേറ്റർ പുള്ളിക്കാരിയുടെ ജേണി എന്താണെന്ന് അറിയാം. സിനിമ കണ്ടോ എല്ലാവരും? ആരെയാ ഇഷ്ടപ്പെട്ട? കുഞ്ഞിക്കേളുവാണോ മണിയനാണോ? പക്ഷെ എനിക്ക് അജയനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അജയനെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, എന്തായാലും സിനിമ കാണാത്തവർ സിനിമ കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലീസിനോട് പറയുക. ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് അതൊരു അപ്രിസിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് മോർ ലൈക്ക് എൻ അവാർഡ് ഫോർ us. So please do watch the film in the theater and thank you so much for waiting and love you all. ദേശീയ തലത്തിൽ എത്തിച്ച് ഒരു നാഷണൽ അവാർഡ് വിന്നറായി നമ്മളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ സുരഭി ലക്ഷ്മി മാമിനെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞ എന്റെ നാട്ടുകാരെ, സത്യത്തിൽ നിങ്ങളൊക്കെ ഞാൻ പലപ്പോഴായിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കാണുന്നതാണ്. ഞാൻ എപ്പോഴും സാധനങ്ങൾ വാങ്ങാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ ഇത്ര ആരവം വെക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. ഞാൻ വളരെയധികം എന്താ പറയുക, സ്നേഹത്തോട് കൂടിയിട്ട് ബഹുമാനത്തോട് കൂടിയിട്ട് കാണുന്ന ഒരു പറ്റം കലാകാരന്മാരാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. താങ്ക് യു ജിതിൻ. ഇതേപോലെ ഒരു കുട്ടി ടൗസർ ഇട്ട് എന്ന് നിന്റെ മൊയ്തീൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ സിനിമ എടുക്കുമ്പോൾ എനിക്കൊരു റോള് തരുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ വേഗം പോയി നിന്നിട്ട് കാത്തിരുന്നു കാത്തിരുന്നു ആ പാട്ടിൽ അഭിനയിച്ചത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഉറപ്പായിട്ട് നിങ്ങൾ വേഗം പോയി അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടതാണ്. പക്ഷെ അദ്ദേഹം സിനിമ എടുത്തപ്പോൾ ആ മൊയ്തീൽ പറയുന്നത് പോലെ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നെ മണിയന്റെ മാണിക്യമായിട്ട് തന്നെ വിളിച്ചു. താങ്ക് യു സോ മച്ച്. മാണിക്യത്തിനെ ഇത്രയും വലിയൊരു മാണിക്യമാക്കി മാറ്റി എന്റെ മാണിക്യം സുജിത്തേട്ടൻ, അതുപോലെ തന്നെ ജിതിൻ, ഞങ്ങളുടെ ഇപ്പൊ ഇവിടെ ഇല്ല നമ്മുടെ ജോമോൻ ചേട്ടൻ തുടങ്ങിയിട്ടില്ല, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ദിബു ചേട്ടൻ, മ്യൂസിക്, അങ്ങനെ എല്ലാവരോടുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. കോഴിക്കോടിന്റെ പേരിൽ നിങ്ങളെല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ട് എൻ്റെ സിനിമാ കരിയറിൽ ഒരു മാണിക്യത്തിന് എനിക്ക് തന്നതിന് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നൊരു നന്ദി ഇവരോട് പറയണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പിന്നെ ടൊവിയുടെ നായികയായിട്ട് ഞാനും മൂസക്കായുടെ പാത്തുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ടൊവിനോ തോമസിന് ആദ്യം എന്നെ അമ്മൂമ്മയായിട്ടാണ് വിളിച്ചത്. അപ്പൊ ഞാൻ ആസ് യൂഷ്വൽ എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതല്ല, ടൊവിനോ തോമസിന്റെ ഒരു നായിക കൂടിയായിട്ടും കൂടെ അങ്ങനെ 2 ഏജിൽ ഉള്ള ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പം ഞാൻ ടൊവിയോട് ചോദിച്ചു, ഇത്രയും സുന്ദരനായ ടൊവിയോട് ചോദിച്ചു, തൃശ്ശയൊക്കെ ആണല്ലോ അടുത്തത്, ഞാൻ എന്തെങ്കിലും സൗന്ദര്യപരമായിട്ട് വേണ്ട. അപ്പം ജിതിൻ പറഞ്ഞു, ഞങ്ങൾ നിന്റെ ലെവലിലേക്ക് ടൊവിയെ മാറ്റാം എന്ന് പറഞ്ഞ് ടൊവിയെ നല്ല ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടില്ലേ മണിയനായിട്ട്. അതിന് റോണക്സിനോടും അതുപോലെ തന്നെ നമ്മളെ പ്രവീൺ എന്ന് പറഞ്ഞ ചേട്ടനോടും ഉള്ള ഒരു നന്ദി കൂടെ ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്. ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. എനിക്ക് ഞാൻ ടൊവിനോ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടൻ്റെ കൂടെ അഭിനയിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു നടൻ അവിടെ ഉണ്ടായിരുന്നില്ല. മണിയൻ എന്ന് പറയുന്ന കഥാപാത്രം മാത്രമായിരുന്നു. അതിന് അദ്ദേഹം സ്പെഷ്യലായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു തിയേറ്റർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പോലെ തോന്നി. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും ഇപ്പോൾ ഇവിടെയുള്ള പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ ഇവർ പറയുന്നു ഞാനിത് പറഞ്ഞ് ചെയ്യിച്ചതാണെന്ന്. അല്ലാന്ന് നിങ്ങൾ പറയണേ, പൈസ ഞാൻ പിന്നെ തരാം. എന്നാലും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഏറ്റെടുത്തതിന്, നിങ്ങളുടെ കോഴിക്കോട്ടുകാരിയെ നിങ്ങൾ നെഞ്ചോടുകൂടി ചേർത്തതിന്, ഇത്രയും കാലം സ്നേഹിച്ചതിന് എല്ലാത്തിനും നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. നന്ദി നന്ദി. എല്ലാവരും ഇനി സിനിമ കാണാം. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മളെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള സുധീഷ് ചേട്ടനും ഈ സിനിമയിൽ ഒരു ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട്. സന്തോഷ് കിയാറ്റൂര്, അതുപോലെ ബിജുക്കുട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരെയും, അതിൽ അഭിനയിച്ച എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. താങ്ക് യു ടോബി, താങ്ക് യു സുഹിത്തേട്ട, ഹരീഷേട്ട. നിങ്ങളുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. പിന്നെ നമ്മുടെ കോഴിക്കോട്ടേക്ക് വേറൊരു മൊഞ്ചത്തിയും കൂടി വന്നിട്ടില്ലേ. എന്തൊരു സുന്ദരി അവള്, എന്ത് രസം അവളെ കാണാന്.
താങ്ക് യു. ഇനി കാണാത്തവരെല്ലാവരും ARM പോയി കാണാം. നമ്മുടെ കോഴിക്കോടിന്റെ സ്നേഹം ഇവർക്ക് നമുക്ക് മനസ്സ് നിറച്ചു കൊടുക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞാനങ്ങ് മയക്ക് കൊടുത്തപ്പോഴത്തേക്കിന് ഇവിടെ ഒരു 6 ആടുകയായിരുന്നു അല്ലേ? എന്തായാലും നല്ലൊരു ആങ്കറിങ് ഭാവി കൂടി ഞാൻ കാണുന്നു. ഓക്കെ, ഇതൊക്കെ പണ്ട് ചെയ്തതാണ്. സോ ഇനി ഒരുപാട് വരച്ച് നീട്ടുന്നില്ല, ഒരുപാട് ഇൻട്രഡക്ഷൻ നൽകുന്നില്ല. സുരഭി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നൽകിക്കൊണ്ട് എല്ലാ മൊച്ചന്മാരുടെയും ഹൃദയത്തിൽ ആ സ്ഥാനം പിടിച്ച മൊച്ചത്തെ ഉണ്ടല്ലോ, ബുള്ളറ്റ് എന്ന ആ ഒരു സോങ്ങിലൂടെ മലയാളികളുടെ ഇടനെഞ്ചിൽ ആ ഹരം കൊള്ളിച്ച കൃതിക ഷെട്ടി. സോ മാം, വി ആർ വെരി പ്രൗഡ് ടു ഇൻവൈറ്റ് യു ഇൻ ദിസ് സെറമണി. Are you comfortable with Malayalam? Yeah, I can understand. പറയൂ. Yes. അടിപൊളി. Okay, then what do you want to say for this crowd in Calicut? Namaskaram, Calicut. അടിപൊളി. എല്ലാവരും സിനിമ കണ്ടോ? ഹാപ്പിയാണോ? So all thanks to Jitin. Thank you, Jitin, for making me part of this dream. So happy to come here and see you all, and our team has put in so much hard work. It's so happy to hear all the good responses and the hard work being paid off. So ma'am, we are beyond our expectation. Your Malayalam have catch out beyond our expectation. So what do you want to say from you to this Calicut people? I just want to say I love you to everyone. Could you say in Malayalam? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. Thank you so much. Thank you everyone. യെസ്, ഞാൻ കുറേ റെഫറൻസ് എടുത്തപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഇവർ തന്നെ പറഞ്ഞതാണ്, ഇതൊരു ബണ്ടിലാണ്. ഒരുപാട് റെഫറൻസ് എടുത്ത് ഒരുപാട് നാളുകളെടുത്ത് അതിന് ഒരു ആത്മാവ് ഉപയോഗിച്ച ആൾ നമ്മുടെ റൈറ്റർ സുജിതനാണ്. സുജിതനെ ഒരുപാട് സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ടോവിയോടൊന്ന് പറയുന്ന സമയത്ത് ഈ കഥ നമ്മൾ സംസാരിക്കുമ്പോൾ ടോവിക്ക് ചില സംശയങ്ങൾ തോന്നി. 3 കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യണോ എന്നുള്ള രീതിയിൽ അത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. ആ കൺവിൻസ് ചെയ്തത് ഇന്ന് അണിയൻ തരംഗമാണെന്നറിയാം. അപ്പം നമ്മുടെ സിനിമയിൽ നക്ഷത്രക്കല്ല് പൊട്ടി വീണതുപോലെ മണിയനും സിനിമയും ബിംബായി കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ടോവിയോട് ജീവിതം കൊണ്ട് കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു. പിന്നെ ഇതിലെ എല്ലാ ആർട്ടിസ്റ്റും കൃതി ഷെട്ടി, ഹരിശേട്ടൻ, ജിതിൻ, ശിവരാജ്, സുജിത്ത്, ജിതിൻ പറഞ്ഞ പോലെ എല്ലാ ആർട്ടിസ്റ്റോടും, സുരഭി, സോറി, അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ ആർട്ടിസ്റ്റും ഇത്രയും കാലം നമ്മളിപ്പോൾ സഞ്ചരിച്ചൊരു വലിയ യാത്രയാണ്. അപ്പോൾ ഈ യാത്രക്കൊപ്പം എല്ലാ പിന്തുണ തന്നെ എല്ലാവരോടും നന്ദി, തലകുനിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജിബിൻ പുത്തഞ്ചേരി. യെസ്, അതുപോലെ തന്നെ ജിബിൻ്റെ കയ്യിലേക്ക് മൈക്ക് കൈമാറുന്നതിന് മുന്നേ ജിബിൻ്റെ നാടാണിതല്ലേ? സോ യെസ്, ഈ ഒരു വേദിയിൽ ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നിൽക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്നാ? എന്റെ കൂടെ ഒരു ധൈര്യത്തിന് വരൂ പ്ലീസ്. എന്റെ കൂടെ ഒരു ധൈര്യത്തിന് വരൂ. ഞാനും ആദ്യമായിട്ട് ടോവിനോ തോമസിനെ കാണുന്നത് ജിതിൻലാൽ പറഞ്ഞ പോലെ കൂതറ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ആ സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ ഇല്ലാത്ത പേടിയാണ് സ്റ്റേജിന്റെ മുകളിൽ നിൽക്കുമ്പോൾ. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. So thank you so much.